ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു ദിനം കൂടെ ദൈവം നമുക്ക് തന്നതിനായി ദൈവത്തിന് സ്തുതി. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം. അനുനിമിഷവും അനുദിനവും നമ്മെ വഴി നടത്തുവാൻ ശക്തനായവൻ, തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം, ആ ദൈവം നല്ല ദൈവത്തിൽ നമുക്ക് ചാരാം. 78-ാം സങ്കീർത്തനം നമ്മൾ ഇസ്രായേലിൻ്റെ മുഴുവൻ ചരിത്രങ്ങൾ, പുറവുകാലത്ത് ദൈവം നടത്തിയത്, അവർ മറുതലിച്ചതെല്ലാം നമ്മൾ ഓരോന്നും അത് കാണുകയാണത്. അതിൻ്റെ ഡീപ്പ് സ്റ്റഡി അല്ല, അതിൻ്റെ നമ്മളത് ഒരു പുറമേയുള്ളതായ അതിൻ്റെ പ്രാഥമിക അർത്ഥങ്ങൾ മാത്രമാണ് നമ്മളത് ചിന്തിക്കുന്നത്. കാരണം ഓരോ വിഷയങ്ങളും എടുക്കുന്നത് പഴയ നിയമത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഈ 10 ബാധകളും പിന്നെ അതിനോടനുബന്ധിച്ച് ഇസ്രായേൽ വീണ്ടെടുപ്പും എല്ലാമാണ് ഇതിൽ പ്രതിപാദ്യ വിഷയം. എന്നാൽ പ്രധാനമായിട്ട് പറയുന്നത് ഇവരെ വീണ്ടെടുത്തുകൊണ്ട് വരുമ്പോൾ അവർ ദൈവത്തോട് മറുതലിക്കുന്നതും ദൈവം അവർക്ക് ശിക്ഷകൾ അയക്കുന്നത്. ശിക്ഷ അയക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്, അത് നന്മയ്ക്കായിട്ട് മാറണം, അത് രക്ഷയ്ക്കായിട്ട് മാറണം. ശിക്ഷയും ശിക്ഷണവും ഉണ്ടെന്ന് പറയും. ശിക്ഷണം മക്കൾക്കാണ്, ശിക്ഷ അത് ദൈവത്തെ ത്യജിക്കുന്നവർക്ക് ഉള്ളതാണെന്ന് പറയുന്നത്. അത് ശിക്ഷണം എന്ന് പറയുമ്പോൾ അത് നന്മയ്ക്കായിട്ടുള്ള ഒരിതാണ്. ശിക്ഷ അത് മടങ്ങി വരവിന് വേണ്ടിയുള്ള ഒരു ഇതാണ്. ഇവിടെ തെറ്റെവിടെയാണ് എന്ന് കണ്ടുപിടിച്ച് അനുദപിച്ച് മടങ്ങി വരാനുള്ളതാണ് ശിക്ഷ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 78-ാം സങ്കീർത്തനം 52 വരെയുള്ള 51 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 3 പാർട്ടായിട്ട് നമ്മൾ ചിന്തിച്ചു. ബാക്കിയുള്ളതിൽ നിന്ന് നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം. ഇതിൽ കൂടെ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നതായ ഉദ്ബോധനം, പ്രബോധനം എന്താണ് നമുക്ക് ശ്രവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 52 മുതൽ 72 വരെയുള്ള വാക്യങ്ങളോടെ തുടങ്ങുന്നത് തന്നെ, എന്നാൽ തൻ്റെ ജനത്തെ അവൻ ആടുകളെപ്പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി. അവനവരെ നിർഭയമായി നടത്തിയാൽ അവർക്ക് പേടിയുണ്ടായില്ല. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. അവനവരെ തൻ്റെ വിശുദ്ധ ദേശത്തിലേക്കും തൻ്റെ വലങ്കൈ സമ്പാദിച്ച് ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു, ചരടുകൊണ്ട് അളർന്ന് അവർക്ക് അവകാശം പകുത്തു കൊടുത്തു. ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെ അവരവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. എങ്കിലും അത് മറ്റൊരു വസ്തുതയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗത്ത് നമ്മൾ കാണുകയാണ് കടിഞ്ഞൂൽ സംഹാരം. ഫറവോൻ്റെ ആദ്യജാതന്മാരെയൊക്കെ സംഹരിക്കുമ്പോൾ ഇസ്രായേൽ പാളയത്തിൽ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. ആട്ടിൻകുട്ടിയെ അറുത്ത് പെസഹ ആചരിക്കുകയാണ് അവർ. ആട്ടിൻകുട്ടിയെ അറുത്ത് അതിൻ്റെ രക്തം വാതിൽപ്പടിയിലും കട്ടളിക്കലും തളിക്കുകയും അതിൻ്റെ മാംസം ആന്തരിക പോഷണത്തിനായി അവർ ഭക്ഷിക്കുകയും ചെയ്യുകയാണ്. ആ മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയിൽ അവരെ ബലപ്പെടുത്തിയത്, അവർ ശക്തിപ്പെടുത്തിയത് ഈ കുഞ്ഞാടിൻ്റെ മാംസമാണ്. അത് പ്രതീകാത്മകമാണ്, അത് ആത്മീകമായ മർമ്മമാണതെന്ന് പറയുന്നത്. പുറമേ സംരക്ഷണവും ആന്തരിക പരിപോഷണവും ഏകുന്നതാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. നമ്മളെ സംരക്ഷിക്കുന്നത് ആ കുഞ്ഞാടിൻ്റെ രക്തം, അവൻ്റെ മാംസം. എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യാത്തവന് ജീവനില്ല എന്ന് കർത്താവ് പുതിയ എടുത്ത് പറയുന്നുണ്ട്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് പോഷണവും സംരക്ഷണവും നൽകുന്നതാണ്. അങ്ങനെ അവർ ആ സന്ധ്യയെങ്കിൽ അർദ്ധരാത്രിയെങ്കിൽ തന്നെ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ദൈവം അവരെ വിടുവിക്കുകയാണ്. എങ്ങനെയാണ് വിടുവിച്ചെന്ന് പറയുന്നത്, എന്നാൽ തൻ്റെ ജനത്തെ അവൻ ആടുകളെപ്പോലെ പുറപ്പെടുവിച്ചു. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഇതാണ്, ചെന്നായ്ക്കളായിട്ടല്ല, ആടുകളായിട്ടാണ്. ആടുകളെപ്പോലെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. മറ്റേതൊരു മൃഗങ്ങളും അല്ല, ഒരു സിംഹത്തെ പോലെ നടത്തിയെന്നൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. പിന്നെ ഇവിടെ ആടുകളെപ്പോലെ. ആടിന് എപ്പോഴും ഒരു സംരക്ഷണം ആവശ്യമാണ്. നമ്മുടെ സംരക്ഷണം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിലാണ് നമ്മുടെ സങ്കേതം, അവനാണ് നമ്മുടെ ബലം, അവനാണ് നമ്മുടെ നായകൻ, അവനാണ് നമ്മുടെ നടത്തിപ്പുകാരൻ. എല്ലാം അവനിൽ. നമുക്ക് സ്വന്തമായി ഒന്നും ഇല്ല. സ്വന്തം ശക്തിയല്ലോ അവന് ദൈവമെന്ന് പ്രവാചന പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ, സ്വന്തം ശക്തിയല്ലോ അവന് ദൈവമെന്ന്. അപ്പോൾ സ്വന്തം ശക്തി എന്ന് പറയുന്ന ഒരു ദൈവമായിട്ടാണ് ഇന്ന് പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും ഈ ദൈവത്തെ അവർ കാണിച്ചു കൊടുക്കുന്നത്. സ്വന്തം ശക്തി അതെപ്പോൾ അമ്പേ പരാജയപ്പെടുന്നതാണ്, പരാജയപ്പെട്ട് തകർന്നു പോയതാണ്. പിന്നെയും ആ മണലിന്മേലാണ് പണിയപ്പെടുന്നത്. അത് പരാജയത്തിലേക്ക് തന്നെ പിന്നെ വീണ്ടും കൂപ്പുകുത്തുകയും ചെയ്യും. പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും അവർ സ്റ്റേജിൽ വന്ന് വലിയ
ധീരരായവർ പറയുമെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ ദേ ആർ അട്ടർ ഫെയിലിയർ. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ പരാജിതരാണ്. അവർ പറയാം എല്ലാം, മോട്ടിവേഷനിൽ പറയാം പലതും. എത്രയോ പേരുടെ അനുഭവ സാക്ഷ്യങ്ങളുണ്ടെന്നറിയാമോ? ക്രിസ്തീയ ഭാവത്തിലേക്ക്, യഥാർത്ഥമായ ക്രിസ്തുവിലേക്ക് വന്നിട്ടുള്ള അനേകം മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അവർ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഞങ്ങൾ പരാജിതരായിരുന്നു, പക്ഷേ ജയാളികളെ പോലെ മറ്റുള്ളവരെ ഞങ്ങൾ പുഷ് ചെയ്യും, മറ്റുള്ളവരെ ഞങ്ങൾ ഇത് ചെയ്യും, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ അതൊന്നും ഇല്ലായിരുന്നു എന്ന്. എന്നാൽ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായത്, നമുക്ക് ബേസ് എന്ന് പറയുന്നത് ദൈവഭക്തിയാണ്, ദൈവാശ്രയമാണ്. അതാണ് തകരാത്തത്, അതാണ് ഉറപ്പുള്ള പാറ എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുന്ന പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. അതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആശ്രയിക്കുന്ന ശക്തി എന്താണ്? അത് അപരിമിതമാണ്, പരിമിതിയില്ലാത്തതാണ്, പരിധിയില്ലാത്തതാണ്. ആ ശക്തി, സർവശക്തിയെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ വഴികൾ അത്ഭുതകരമായിട്ട് ദൈവം നമ്മളെ നടത്തും. ക്രിസ്തുവിലുള്ള വഴികൾ കൂടെ ദൈവം നമ്മളെ നടത്തും അതിശയകരമാവണ്ണം. അവിടെയാണ് നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്സ് ഇൻ അവർ ലൈഫ്, ആശ്ചര്യചിഹ്നം പലതിലും നമുക്ക് ഇടേണ്ടു. ഇതെങ്ങനെ സംഭവിച്ചു, ഇതെന്തൊരു അത്ഭുതം, അങ്ങനെ എക്സ്ക്ലമേഷൻ മാർക്സ് നമുക്ക് ഇടാൻ സാധിക്കുന്നത് ഈ ദൈവത്തോടുള്ള ജീവിതത്തിലാണ്, ദൈവത്തിനായിട്ടുള്ള ജീവിതത്തിനാണ്. അങ്ങനെ ദൈവം നമ്മൾ നടത്തി. ഇവർ പറയാണ്, അവനവർ നിർഭയമായി നടത്തിയാൽ ഇവർക്ക് പേടിയുണ്ടായില്ല. ആട്ടിൻകൂട്ടമാണ്, പക്ഷെ നിർഭയരായവർ നടത്തുകയാണ്. അവർ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. ശത്രുക്കളോട് എതിർക്കുന്നവൻ ആടുകളൊന്നുമല്ല, ഇടയനാണ് ശത്രുവിനോട് എതിർക്കുന്നത്. അവനവരെ തൻ്റെ വിശുദ്ധ ദേശത്തിലേക്കും തൻ്റെ വലങ്കൈ സമ്പാദിച്ച് ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവരുടെ മുമ്പിൽ അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു. ചരടുകൊണ്ട് അളന്നവർക്ക് അവകാശം പകുത്തു കൊടുത്തു. ഇസ്രായേൽ ഗോത്രങ്ങൾ അവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. തുടർന്ന് അവിടെ പറയുക, എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ചു, മത്സരിച്ചു, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു. വഞ്ചനയുള്ള വില്ലുപോലെ അവർ മാറിക്കളഞ്ഞു. അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ കോപിപ്പിച്ചു, വിഗ്രഹങ്ങളെ കൊണ്ട് അവനെ തീഷ്ണത ജനിപ്പിച്ചു. ദൈവം കേട്ടു ക്രുദ്ധിച്ചു, ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു. ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരം ഉപേക്ഷിച്ചു. തൻ്റെ ബലത്തെ പ്രവാസത്തിലും തൻ്റെ മഹത്വത്തെ ശത്രുവിൻ്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു. അവൻ തൻ്റെ അവകാശത്തോട് കോപിച്ചു, തൻ്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. അവരുടെ യൗവനക്കാർ തീയ്ക്ക് ഇരയായി തീർന്നു. അവരുടെ കന്യകമാർക്ക് വിവാഹഗീതമുണ്ടായതുമില്ല. അവരുടെ പുരോഹിതന്മാർ വാൾ കൊണ്ട് വീണു. അവരുടെ വിധവന്മാർ വിലാപം കഴിച്ചതുമില്ല. അപ്പോൾ കർത്താവ് ഉറക്കമുണർന്നു വരുന്നവനെ പോലെയും വീഞ്ഞുകൂടി ചട്ടഹസിക്കുന്ന വീരനെ പോലെയും ഉണർന്നു. അവൻ തൻ്റെ ശത്രുക്കളെ പുറകോട്ട് അടിച്ചു കളഞ്ഞ് അവർക്ക് നിത്യം നിന്ന് വരുത്തുകയും ചെയ്തു. എന്നാൽ അവൻ യോസഫിൻ്റെ കൂടാരത്തെ ത്യജിച്ചു, എഫ്രൈം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല. അവൻ യഹൂദാ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു. താൻ സമ്പാദിച്ച സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമി പോലെയും സ്വർഗോന്നതികളെ പോലെയും അവൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു. ഇവിടെ വരെ നമ്മൾ കാണുമ്പോൾ, എന്നാൽ ഇവർ പലപ്പോഴും പിന്മാറ്റത്തിലേക്ക് പോയി. നമ്മളൊരു കുഞ്ഞിനെ കൈക്ക് പിടിച്ചുകൊണ്ടിരിക്കുക, പേരൻസിനെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, കുഞ്ഞിനെ കൈക്ക് പിടിച്ചുകൊണ്ടിരിക്കുക, ആ കുഞ്ഞ് കുതിര ഓടുക, അത് വിട്ടിട്ട് ഉടനെ മാതാപിതാക്കൾ ഒരു കാര്യം ചെയ്യും, അവർ അന്ന് മുമ്പോട്ട് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് പോകാൻ തുടങ്ങും. ഉടനെ ഈ കുഞ്ഞ് ഭയപ്പെട്ടയോ വരുന്നെന്ന് പറഞ്ഞ് തിരിച്ച് ഇവരുടെ കൂടെ വരിക. അപ്പോൾ പലപ്പോഴും ഈ പിടി വിട്ടു പോകുമ്പോൾ ദൈവം ഇങ്ങനെ ചെയ്യുന്നത്, ഇവരെ ശിക്ഷിക്കുന്നുണ്ട്, ശാസിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരം ദൈവം വിട്ടുകളഞ്ഞു എന്നാണ് പറയുന്നത്. തിരുനിവാസം, ദൈവ സാന്നിധ്യത്തെക്കാൾ ഉപരിയായി മറ്റെന്താണ് അവർ ആഗ്രഹിച്ചത്? അവരെന്തിലേക്കാണ് പോയത്? അവർ മരുഭൂമിയിലെ പലതും ഒരു ആ മോഹത്തോട് ദുർമോഹത്തോട് അവർ ജീവിക്കുക. അതൊന്നുമല്ല, ദൈവകൃപയാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. അവർ വിഗ്രഹങ്ങളെ കൊണ്ട് അവർ തീഷ്ണത ജനിപ്പിച്ച് ഒരു സത്യദൈവത്തെ അവർ യഥാർത്ഥമായി കാണുക. അപ്പോൾ അവർ കല്ലിലും മണ്ണിലും ആശ്രയിക്കുകയാണ്. അതാണ് തങ്ങളുടെ ദൈവം. കാളക്കുട്ടി ഉണ്ടാക്കുന്നു, അതാണ് തങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞതിൻ്റെ മുമ്പിൽ വീഴുന്നു എന്നെല്ലാം അക്രമങ്ങൾ. എന്നിട്ടും ദൈവം ദീർഘക്ഷമ കാണിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദീർഘക്ഷമ അത് എത്ര രക്ഷയെന്ന് വിചാരിക്കുകയും. മോശ അതിന് ഇടവിൽ നിൽക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പ്രതീകമായിട്ട് മോശ ഇടവിൽ നിൽക്കുന്നുണ്ട്. ക്രിസ്തു സദൃശ്യമാണ് മോശ എന്ന് പറയുന്നത്. ഇടവിൽ നിൽക്കുന്നുണ്ട്. ദൈവമേ ഈ ജനത്തോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഇന്നും പുതിയ നിയമസഭയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പുത്രനെന്ന് പറയാൻ പിതാവിൻ്റെ വലത്ത് വാക്കിട്ട്, പിതാവേ ഇവർ ചെയ്യുന്ന അറിയാഴികൾ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ മഹത്തരമായ പ്രാർത്ഥന ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊക്കെ നമ്മൾ ഒരു സ്വാതന്ത്ര്യമായിട്ട്, അതൊക്കെ ഒരു ഫ്രീഡം കാർഡായിട്ട് നമ്മൾ കണ്ടെത്തി ദുഷ്ടതയിലേക്ക് തിരിയാതെ വണ്ണം നമ്മളെ തന്നെ ദൈവകൃപയിൽ ഉറപ്പിക്കാനായിട്ട് സാധിക്കണം. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ദൈവം കോപിച്ചു, അവർക്ക് പല ദൂഷ്യങ്ങൾ വരുന്നു, പല അപകടങ്ങൾ വരുന്നു, പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുന്നതാണ്. ബാബേൽ പ്രവാസമൊക്കെ അതിൻ്റെ ഇതാണ്. ദൈവത്തെ അനുസരിക്കാതെ ഇരുന്നതിൻ്റെ പരിണത ഫലമാണ് അവർ എക്സൈലായിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോയത്, പ്രവാസികളായി മാറ്റപ്പെട്ടത്. അതുകൊണ്ടാണ്
ദാനിയേലൊക്കെ പ്രവാസത്തിലിരിക്കും. അങ്ങനെ പ്രവാസത്തിലേക്ക് പോകുമ്പോഴും ഭക്തരായ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുണ്ട്. അവർക്കും കൂടെ മറ്റുള്ളവരുടെ കഷ്ടത അവർക്കും കൂടെ ബാധിക്കേണ്ടി വന്നു. എന്നാൽ അവരെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം പിന്നെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദാനിയേലൊക്കെ പ്രകാരം പോയതാണ്, പ്രവാസത്തിലേക്ക് പോയി. പ്രവാസ നാട്ടിൽ ബാബേലിൽ ഇരിക്കുമ്പോഴാണ് ദാനിയേലൊക്കെ അത്രമാത്രം ദൈവഭക്തനായിട്ട് ജീവിക്കുന്നതൊക്കെ കാണുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഈ യോസഫിനെ പിടിച്ചുകൊണ്ട് പോകുന്നു അല്ലേ? യോസഫ് എന്നാൽ തൻ്റെ കുറ്റം കൊണ്ടല്ല, ദൈവിക പദ്ധതിയാണ്. അവിടെയും യോസഫ് നീതിമാനായി നിൽക്കുകയാണ് ഏതൊരു സാഹചര്യത്തിലും. യോസഫ് പറയുന്നുണ്ട്, തെറ്റ് ചെയ്യാൻ സാഹചര്യം കിട്ടിയപ്പോൾ യോസഫ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തെ ഭയപ്പെടുന്നു. യജമാനനെ അല്ല, യജമാനനുണ്ട്, യജമാനൻ കാണത്തില്ലായിരിക്കാം പലത്, പക്ഷേ എന്നെ കാണുന്ന, എപ്പോഴും എന്നെ കാണുന്ന എൻ്റെ സ്നേഹവാനായൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആ സ്നേഹവാനായ ദൈവം ക്രൂരനായവനല്ല, അവൻ സ്നേഹമാണ്. ആ സ്നേഹവാനായ ദൈവത്തെ നമ്മോട് കൂടെ ചേർക്കുക ഏറ്റവും ഭാഗ്യവരെന്ന് പറയും. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് മോശ വെള്ളത്തെ രക്തമാക്കുകയാണ്. അതാണ് മോശയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്നാൽ മോശ ക്രിസ്തുവിൻ്റെ നിന്ന് വഹിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സദൃശമായിട്ട് നമുക്ക് മോശയെ കാണാമെങ്കിലും ക്രിസ്തു പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒന്നാമത് ചെയ്യുന്നതാണ് പച്ചവെള്ളത്തെ മേൽത്തരമായി വീഞ്ഞാക്കുകയാണ്. മോശ വെള്ളത്തെ രക്തമാക്കി, യേശു ക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. തുടർന്ന് തൻ്റെ അവസാന നാളുകൾ, തൻ്റെ ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴത്തിൽ അവിടെ നമ്മൾ കാണുകയാണ് അവൻ വീഞ്ഞിനെ രക്തമാക്കുക, തൻ്റെ തന്നെ രക്തമായിട്ട് അത് വീണ്ടെടുപ്പിന് മുദ്രയായിട്ട് നമുക്ക് തരിക. എത്ര മനോഹരമാണ്. പിന്നീട് ഓരോ ബാധകളാണ്, 10 ബാധകൾ കാണുന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ശുശ്രൂഷയെല്ലാം സകലവിധ വ്യാധിക്കാരെയും ബാധകളുള്ളവർ എല്ലാവരും സൗഖ്യമാക്കുകയാണ്. സൗഖ്യത്തിൻ്റെ ഹീലിംഗ് മിനിസ്ട്രിയാണ് കർത്താവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടും വിഭിന്നമായിട്ട് നമ്മൾ കാണും. പുതിയ നിയമത്തിൽ കൃപയുടെ കാലം എന്ന് പറയുന്നതാണ്. അവൻ സൗജന്യമായി എല്ലാവരെയും തൻ്റെ അടുത്ത് വന്നവരെല്ലാവരും സൗഖ്യമാക്കുകയാണ്. കൊണ്ട് ദൈവത്തിൻ്റെ കൃപ ദീർഘക്ഷമെന്ന് വിചാരിക്കും. തുടർന്ന് അവിടെ പറയുകയാണ്, എഫ്രൈം ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് യഹൂദ ഗോത്രത്തെ തിരഞ്ഞെടുത്തു എന്ന് പറയുകയാണ്. 70-ാമത്തെ വാക്യത്തിൽ അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി, ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശം ഇസ്രായേലിനെ മേയിക്കേണ്ടതിന് അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. തുടർന്ന് ഇവരെ നടത്തേണ്ടതിനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുക ദാവീദ്. തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ഗോഡ്സ് ഓൺ ഹാർട്ട് എന്ന് പറയും, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിട്ട് ദാവീദ് മാറി. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും ആനന്ദിച്ച് യഥാസ്ഥാനപ്പെടുന്ന ഒരു ദാവീദ്. ആ ദാവീദിന് തൻ്റെ എളിമ, താൻ എവിടെ നിന്ന് വന്നു, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവന് വരുത്തിയെന്ന് പറയുന്നത്. തൻ്റെ ജനമായ യാക്കോബിനെ തൻ്റെ അവകാശം ഇസ്രായേലിനെ മേയിക്കേണ്ടതിന് അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ എങ്ങനെ പാലിക്കണമെന്ന് ദാവീദിനറിയാം. അത് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ആടുകളെ പാലിക്കുക ലോകദൃഷ്ടിയിൽ വളരെ നിന്ദ്യമായ ജോലിയെ കാണും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന പല സർവീസസ്, പല ശുശ്രൂഷകളൊക്കെ പിൽക്കാലത്ത് നമുക്കത് അനുഗ്രഹപ്രദമായിട്ട് മാറും. നിന്ദ്യമെന്ന് ലോകം അല്ലെങ്കിൽ നിസ്സാരമെന്ന് ലോകം ഗണിക്കുമായിരിക്കും. പക്ഷെ അത് വേറൊരു മഹത്തരമായൊരു ശുശ്രൂഷിക്കുള്ള നമുക്കുള്ള പ്രാക്ടീസിങ് ആണ്, ഉള്ള പരിശീലനമായിട്ട് നമുക്കതിന് കാണാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് എന്താണ് നമുക്ക് വേണ്ടത്? പരമാർത്ഥ ഹൃദയത്തോടെ അവർ മേയിച്ചു എന്ന് പറയുന്നത് പോലെ കൈമിടുക്കോടെ അവർ നടത്തി. നമുക്കൊരു പരമാർത്ഥ ഹൃദയം, ശുദ്ധമുള്ളൊരു ഹൃദയം, അത് നമുക്ക് വേണം. ദൈവം ഒരിക്കലും നമ്മളെ നിർബന്ധിക്കുന്നില്ല, ഒന്നില്ല. നമ്മൾ ചിന്തിക്കുക, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ പൂർണ്ണമായിരിക്കണം. പകുതി ഉണ്ടെങ്കിൽ ദൈവം അങ്ങനെ നിർബന്ധിക്കാറില്ല. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. എന്നാൽ ആ സ്നേഹം തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കണം. അതാണ് ദൈവത്തിൻ്റെ പ്രസാദം. നിർബന്ധിച്ച് ആരെയും ദൈവ വഴിയെ നടത്തുക അല്ല ദൈവത്തിൻ്റെ പദ്ധതി, ഒരിക്കലുമല്ല. നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ആ നല്ല സ്നേഹത്തിന് മുമ്പിൽ നമ്മളെ തന്നെ അർപ്പണം ചെയ്യുമ്പോൾ അവിടുന്ന് വിശ്വസ്തനാണ്, ആദ്യത്തോളം നടത്തുവാനും ശക്തനാണ്. ഒരിക്കലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുക്കൽ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്ന ദൈവം. അതുപോലെ ആർക്ക് പറയാൻ പറ്റും? ഒരു മനുഷ്യർക്കും പറയാൻ പറ്റത്തില്ല. ഒരു കൂട്ടുകാർക്ക് അല്ലെ, ആർക്കും, നമുക്ക് മാതാപിതാക്കൾക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അവരുടേതായ പരിമിതികളുണ്ട് എല്ലാവർക്കും, ആരും കുറ്റക്കാരല്ല. പക്ഷെ ദൈവത്തിന് പറയാൻ പറ്റും, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കള ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. ആ നല്ല ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ അവൻ നമ്മളെ അത് കൈവിടുക്കും. കർത്താവായ പുതിയ നിയമം നല്ല ഇടയനാരാണ് യേശുവാണ്. യേശു നമ്മളെ എത്ര മനോഹരമായി നടത്തും അല്ലേ? ദാവീദിനേക്കാൾ ഉന്നതനല്ലേ, എല്ലാവരെക്കാൾ ഉന്നതനെ. അതുകൊണ്ട് ദൈവം നമ്മളെ നടത്താൻ ശക്തനാണ്. ആ ദൈവത്തെ സമ്പൂർണ്ണമായി ആശ്രയിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവാ ദൈവമേ, ആ ദിവ്യസ്നേഹം തിരിച്ചറിയുവാൻ, ദൈവം സ്നേഹത്തിനെ ഞങ്ങൾ വായിക്കും, തിരിച്ചറിയുമ്പോൾ എല്ലാ നന്മകളാൽ നിറയും മുഖത്തോടുന്ന് മാത്രം എടുക്കണമേ. ആമേൻ.